സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അജയ് ഘോഷ് എഴുതിയ നിലാവ് മാത്രമല്ല. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മിനി ജോസ് കഴിഞ്ഞ സാറ്റർഡേ കന്യാകുമാരിയിൽ പോയിരുന്നു. ലീവ് കഴിഞ്ഞ് ബാങ്കിൽ പോയി വന്ന ദിവസം രാത്രി ഗാഥ പറഞ്ഞു. അത്താഴത്തിന് മുമ്പ് 2 പെഗ് അകത്താക്കി ടി വിക്ക് മുമ്പിലിരിപ്പായിരുന്നു കിരൺ. സ്ക്രീനിൽ ഒരു ബോളിവുഡ് ഐറ്റം ഡാൻസർ ചുവപ്പ് ജ്വാലയായി പുളഞ്ഞുകൊണ്ടിരുന്നു. കണ്ണുകൾ അവളിലാണെങ്കിലും ഗാഥ പറഞ്ഞത് കിരണിനെ ഒന്ന് ഞെട്ടിച്ചു. മിനി ജോസിനെ അയാൾക്കറിയാം. തൃശ്ശൂർക്കാരി, മാദകത്വമുള്ള ശരീരം. കിരണേട്ടനെ അവിടെ വെച്ച് കണ്ടുവെന്ന് പറഞ്ഞു. ഓഹോ, കൂടെ ആരോ ഉണ്ടായിരുന്നെന്നും. ആരോ അല്ല, ഒരു പെണ്ണ്. അങ്ങനല്ലേ അവൾ പറഞ്ഞത്? ഗാഥ മിണ്ടിയില്ല. ശരിയാ, ഉണ്ടായിരുന്നു. അതെൻ്റെ ഇഷ്ടക്കാരിയാണെന്ന് വിചാരിക്കാമെങ്കിൽ വിചാരിച്ചോ, നോ ഒബ്ജക്ഷൻ. ഞാനങ്ങനെ വിചാരിച്ചില്ല. നല്ല കാര്യം. ആ അടവ് ഫലിച്ചെന്ന് കിരൺ ഓർത്തു. അന്വേഷണം ഇങ്ങോട്ടെത്തും മുമ്പ് ആക്രമണം അങ്ങോട്ട്. പക്ഷേ വിഷയം അതുകൊണ്ട് തീരുന്നില്ലല്ലോ. കൊച്ചി പരിചയക്കാരുള്ളതിനാൽ സുരക്ഷിതമല്ലാത്തതുകൊണ്ടാണ് തെക്കേ അറ്റത്തെ മുനമ്പിലേക്ക് പോയത്. അപ്പോൾ അവിടെയും എത്തിയിരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ ഊട്ടിക്കോ മൈസൂർക്കോ വിടാമായിരുന്നു. അതും ഭദ്രമാവണമെന്നില്ല ഈ നിലയ്ക്ക്. അവിടെയും വലിഞ്ഞു കയറാം ഇത്തരം പഴുതാരകൾ. ഇതിനു മുമ്പ് തനിച്ചോ ജിമ്മിച്ചനോടൊപ്പമോ ഒക്കെ എത്രയോ യാത്രകൾ. കുമരകം, കോവളം, തേക്കടി, മൂന്നാർ. അന്നൊന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഈ പ്രേതം. ധ്വനിയുമൊത്ത് 2 ദിവസമെങ്കിൽ 2 ദിവസം ജീവിതം ആഘോഷിക്കാൻ ഇറങ്ങിയപ്പോൾ അപ്പോൾ മാത്രം കിറുകൃത്യം നശിപ്പിക്കാൻ. ഉറുമ്പിൻ കൂട്ടിൽപ്പെട്ടവനെ പോലെ കിരൺ അസ്വസ്ഥനായി. കന്യാകുമാരിയിൽ എവിടെയെങ്കിലും കണ്ടിരുന്നോ ആ പെൺപിശാചിനെ? കിരൺ ഓർമ്മയിൽ പരതി. ഹോട്ടലിൽ, ബോട്ട് യാത്രയിൽ, വിവേകാനന്ദപ്പാറയിൽ, എവിടെയെങ്കിലും. എവിടെയോ ഒരിടത്ത് അവൾ മറഞ്ഞു നിന്നിരുന്നു. ധ്വനിയെയും ചേർത്ത് പിടിച്ച് താൻ ചുറ്റി നടന്നത് അവൾ കണ്ടു. ഹോട്ടലിൽ താമസിച്ചതും കണ്ടിരിക്കാം. തിരികെ വന്ന് കൂട്ടുകാരിയോട് റിപ്പോർട്ട് ചെയ്തു. ഗാഥ വിശ്വസിച്ചിരിക്കുമോ? മുഖമൊന്നും വ്യക്തമാക്കുന്നില്ല. അനുകൂലമോ പ്രതികൂലമോ ഒരു നിശ്ചയവുമില്ല. ഒരു വിശേഷപ്പെട്ട ബ്രാൻഡ്. പക്ഷേ ഈ വിഷയം യുക്തിപൂർവ്വം കൈകാര്യം ചെയ്യണം. ഒരു ചെറിയ മൗനത്തിന് ശേഷം കിരൺ ഗാഥയ്ക്ക് നേരെ തിരിഞ്ഞ് ആദ്യത്തെ അടവ് വീണ്ടും എടുത്തു. എന്താ നീ മിണ്ടാതെ നിൽക്കുന്നത്? ചോദിക്കേ. എന്തു ചോദിക്കാൻ? അറിയണ്ടേ കൊളീഗ് റിപ്പോർട്ട് ചെയ്ത കന്യാകുമാരിയുടെ മഹാരഹസ്യം? വേണ്ട. വേണം. ഇല്ലെങ്കിൽ അകത്ത് കിടന്ന് പുകയും. പിന്നെ അടുക്കളയിലും ബെഡ്റൂമിലുമൊക്കെ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാകും. ഒരു സിഗരറ്റ് കത്തിച്ച് പുകയൂതിയിട്ട് കിരൺ തുടർന്നു. അറക്കൽ ജിമ്മിച്ചൻ ഇട്ട പ്രോഗ്രാമാണ്. അയാളും ഭാര്യയും പിന്നെ മോളും. നിർബന്ധിച്ചപ്പോൾ കൂടെ പോയി. ടോട്ടൽ 4 പേർ. 2 ദിവസം അവിടെ തങ്ങി. എൻ്റെ കൂടെ കണ്ട പെൺകൊച്ച് ജിമ്മിച്ചൻ്റെ മോള. 4 പേർക്ക് പകരം 2 പേരെയേ നിൻ്റെ മിനി ജോസ് കണ്ടുള്ളൂ. അതവളുടെ മിസ്റ്റേക്ക്. നീ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. സ്പൈ വർക്ക് ചെയ്തവൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്നോട് നേരിട്ട് ചോദിക്കാൻ പറ. വെറുതെ സ്കാൻഡലാക്കാതെ. സ്കാൻഡലായിട്ടൊന്നും പറഞ്ഞതല്ല മിനി. അത് മനസ്സിലായി. കിരണും ഏതോ ഒരു പെണ്ണും. അതല്ലേ റിപ്പോർട്ട്? ഇങ്ങോട്ട് നോക്ക്. ഞാൻ പലയിടത്തും പോകും. കൂടെ പലരും കാണും. ബോത്ത് മെൻ ആൻഡ് വിമൻ. അതൊക്കെ ഒളിച്ചു നിന്ന് കണ്ടിട്ട് അടുത്ത വണ്ടിക്ക് തന്നെ പാഞ്ഞു വന്ന് വിളമ്പുമ്പോൾ പണിയെടുക്കേണ്ടത് ബാങ്കിലല്ല, CBIയിലാ. കിരൺ TV സ്വിച്ച് ഓഫ് ചെയ്ത് ബെഡ്റൂമിലേക്ക് പോയി. 2 പെഗ്ഗോടി വിഴുങ്ങി. തിരികെ വന്നു. എന്തു തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. സംശയമില്ല? ഇല്ല. ഗുഡ്. അഥവാ സംശയിച്ചാലും പ്രശ്നമില്ല. കിരൺ സിറ്റൗട്ടിലേക്ക് പോയി. അവിടുത്തെ വെളിച്ചം കെടുത്തി സോഫയിൽ ചാഞ്ഞു കിടന്നു. ഇടയ്ക്ക് ഗാഥയുടെ പ്രതികരണത്തിനായി മെല്ലെ ഒന്ന് തിരിഞ്ഞു നോക്കി. അടുക്കളയിൽ പാത്രങ്ങൾ അനങ്ങുന്നത് കേട്ടതോടെ സമാധാനമായി കണ്ണുകളടഞ്ഞു. അപ്പോൾ അകത്ത് ഗ്യാസ് സ്റ്റൗവിൻ്റെ തീജ്വാലയിലേക്ക് ഉറ്റുനോക്കി ഗാഥ നിന്നു. കാതിൽ മിനി ജോസിൻ്റെ ശബ്ദം. ഹോട്ടലിലേക്കാണവർ പോയത്. കുട്ടിക്ക് വിഷമം തോന്നരുത്. ആ പോക്ക്, അവരുടെ ബോഡി ലാംഗ്വേജ് എനിക്കത്ര സുഖകരമായി തോന്നിയില്ല കേട്ടോ. സാധാരണ നിലയ്ക്ക് ഇങ്ങനെയൊരു വിവരം കേട്ടാൽ ഏത് ഭാര്യയുടെ നെഞ്ചിനകത്തും ഇതുപോലെ ജ്വാല നിന്ന് കത്തേണ്ടതാണ്. പിന്നെ എന്തുകൊണ്ട് തന്നില്ല മാറ്റമുണ്ടാവുന്നില്ല? ഗാഥ ആലോചിച്ചു. മിനി ജോസ് പരദൂഷണക്കാരിയല്ല. കള്ളം പറയില്ല. അപ്പോൾ കള്ളം പറയുന്നത് തൻ്റെ ഭർത്താവാണ്. അച്ഛൻ്റെ സർജറി ദിവസമോ അതിനടുത്ത ദിവസമോ വന്നില്ല. വന്നത് തന്നെ 3-ാം ദിവസം വൈകിട്ട്. ഉടൻ സ്ഥലം വിടുകയും ചെയ്തു. എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ. ഉള്ളിൽ കള്ളത്തരമുള്ളതുകൊണ്ടാണ് കന്യാകുമാരിയിലെ കാര്യം ചോദിച്ചപ്പോൾ അങ്ങനെ പൊട്ടിത്തെറിച്ചതും പിന്നെ സ്വയം ന്യായീകരിച്ചതും. പക്ഷേ ഇതൊക്കെ ഊഹിക്കാനായിട്ട് എന്തുകൊണ്ട് കിരണിനെ വിചാരണ ചെയ്യണമെന്നെനിക്ക് തോന്നിയില്ല. മുഖപരിചയം മാത്രമുള്ള ഏതോ ഒരാൾ
ഏതോ ഒരുത്തിയെയും കൊണ്ട് എവിടെയോ കറങ്ങാൻ പോയി. അങ്ങനെ മാത്രമേ തോന്നുന്നുള്ളൂ. പിറ്റേന്ന് ജോലിക്ക് ചെന്നപ്പോൾ മിനി ജോസ് ഗാദയെ ശ്രദ്ധിച്ചു. ജീസസ്, താൻ പറഞ്ഞതിൻ്റെ പേരിൽ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും വാക്കുതർക്കമോ മറ്റോ ഉണ്ടായി കാണുമോ? ചോദിക്കണമെന്ന് മനസ്സിൽ തോന്നിയെങ്കിലും അവൾ ഒന്നും ചോദിച്ചില്ല. ഗാദയുടെ മുഖവും ചലനങ്ങളുമാവട്ടെ പതിവ് പോലെ നിസ്സംഗമായിരുന്നു. അർത്ഥമില്ലാത്ത ഓജസറ്റ പകലുകൾ, മദ്യഗന്ധമുള്ള രാത്രികൾ, അവ ഗാദയ്ക്ക് മുന്നിലൂടെ ഇഴഞ്ഞുപോയി. ഒരു രാത്രി ശരീരത്തിൻ്റെ വിശപ്പ് തീർന്ന ശേഷം കിരൺ ഈർഷ്യയോടെ ചോദിച്ചു, ഇഷ്ടമില്ലാത്തതാണ് നീ കല്യാണത്തിന് സമ്മതിച്ചത് അല്ലേ? അല്ല, ഇഷ്ടത്തോടെ തന്നെ. നൊണ. ഈ കട്ടിലിൽ കിടക്കുമ്പോഴും വേറെ ഏതോ ഒരു കട്ടിലിൽ നിന്റെ ഉള്ളിലുണ്ട് ഇല്ലേ? വെറുതെ തോന്നുന്നതാണ്. പിന്നെന്താടി ഇങ്ങനെ? ഫ്രിഡ്ജിലാണോ നീ? ഗാദ അതിനുത്തരം പറഞ്ഞില്ല. പുറത്ത് ജിമ്മി കുരയ്ക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ ശബ്ദത്തിൽ പഴയ ഗാംഭീര്യമില്ല. മഞ്ജു ഓർത്തു. ചുമക്കുകയാണെന്നേ തോന്നൂ. മുറിയിൽ മഞ്ജു ചുറ്റി നടന്നു. സേതു കോളേജിൽ നിന്ന് എത്താറാവുന്നതേയുള്ളൂ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവൾ അവനെ നിരന്തരം ശകാരിക്കുകയായിരുന്നു. എന്തുകൊണ്ട് ഗൗതം രാഘവൻ താമസിക്കുന്നത് എവിടെയാണെന്ന് സീക്കയോട് ചോദിച്ചറിഞ്ഞില്ല. എന്തുകൊണ്ട് ഫോൺ നമ്പറെങ്കിലും വാങ്ങിയില്ല? ഇനിയൊരു കൂടിച്ചേരലിന് ആഗ്രഹിക്കുന്നില്ലെന്ന് ഗൗതം പറഞ്ഞത്രേ. വേണ്ട, ഒന്നിച്ചൊരു ജീവിതം ഇനി വേണ്ടെങ്കിൽ താൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഒരേ ഒരു തവണ ഒന്നുകൂടി അനുവദിച്ചൂടെ? കാണാൻ, ആ ശബ്ദം ഒന്ന് കേൾക്കാൻ അവകാശമില്ലേ? എത്ര കടുത്ത തെറ്റിനുമില്ലേ മാപ്പ്? വാതിലിൽ മുട്ടുകേട്ടതും മഞ്ജു തിരിഞ്ഞു നോക്കി. സേതു ആയിരിക്കുമെന്ന് അവൾ കരുതിയത്. വാതിൽ തുറന്നപ്പോൾ അമ്മ. നീ ഇങ്ങനെ മുറിയടച്ച് ആഹാരം കഴിക്കാതിരുന്നാൽ എങ്ങനെയാ മോളെ? എത്ര ദിവസമായി നടക്കാത്ത കാര്യത്തിന് വേണ്ടി ഇനിയും ആശിക്കുന്നതിൽ എന്താ മോളെ അർത്ഥം? മഞ്ജുവിൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് പാർവതിയമ്മ ചോദിച്ചു. മഞ്ജു പൊട്ടിത്തെറിച്ചു. നടക്കാത്ത കാര്യമോ? ഞാൻ ആശിച്ച് വിവാഹം ചെയ്തയാളാണ് ഗൗതം, എൻ്റെ ഭർത്താവ്. എൻ്റെ വീഴ്ച കൊണ്ടാണ് ഗൗതം എന്നെ വിട്ടുപോയതെന്ന് ശരി തന്നെ. പക്ഷേ യഥാർത്ഥ കുറ്റവാളികൾ നിങ്ങളാണ്. ഗൗതമിനോട് സത്യം ഒളിപ്പിച്ച നിങ്ങൾ, എൻ്റെ അച്ഛനും അമ്മയും. എത്ര തവണ മോളിത് ഞങ്ങളോട് പറഞ്ഞു? എത്ര പറഞ്ഞാലും മതിയാവില്ലെനിക്ക്. ശരിയാ, അങ്ങനെ സംഭവിച്ചു പോയി. പക്ഷെ അതിൻ്റെ കാരണം മോൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഗതികേട് കൊണ്ടായിരുന്നില്ലേ ഞങ്ങൾ? എത്രയോ ആലോചനകൾ വന്ന് അലസിപ്പോയപ്പോൾ നിർവൃതിയില്ലാന്നല്ലേ ഞങ്ങളെല്ലാം മറച്ചു വെച്ചത് നിന്റെ ഭാവിക്ക് വേണ്ടി. എന്നിട്ടെന്ത് ഗുണമുണ്ടായി? എന്തായി എൻ്റെ ഭാവി? സത്യം പൂഴ്ത്തിവെച്ച് നിങ്ങൾ നേടിത്തന്ന എൻ്റെ ഭർത്താവിവിടെ തിരിച്ചു തരാനാവുമോ ഗൗതമിനെ? പാരലൈസ്ഡായി താഴെ മുറിയിൽ കിടക്കുന്ന ബുദ്ധിമാനായ അച്ഛന് പറ്റുമോ? ഇല്ലല്ലോ. എൻ്റെ ആകെ സങ്കടം പറയാൻ എനിക്കുള്ളത് സേതുവാണ്. പക്ഷെ അവനും കൈമലർത്തുകയാണിപ്പോൾ. കുറഞ്ഞ പക്ഷം ആ ഫോൺ നമ്പറെങ്കിലും അവന് കൊണ്ടുവന്ന് തന്നിരുന്നെങ്കിൽ. അതും ചെയ്തില്ല. സ്നേഹമില്ലാത്തവൻ, ദയയില്ലാത്തവൻ. കാലൊച്ച കേട്ട് പാർവതിയമ്മ വാതിക്കലിലേക്ക് നോക്കി. സേതുവായിരുന്നു. മുറിയിലേക്ക് വന്ന് സേതു ചോദിച്ചു, കുറ്റപ്പെടുത്തിക്കോളൂ. സ്നേഹമില്ല, ദയയില്ല. പക്ഷേ എന്തു ഗുണമാണ് ആ നമ്പർ കിട്ടിയാൽ ചേച്ചിക്കുണ്ടാവുക? ഗൗതമേട്ടൻ്റെ റിയാക്ഷൻ എന്താണെന്ന് എത്രയോ വട്ടം ഞാൻ പറഞ്ഞു. എന്നിട്ടും എന്താ ചേച്ചി വിശ്വസിക്കാത്തത്? റിയാക്ഷൻ എന്തുമായിക്കോട്ടെ, എന്നെ മറന്നോട്ടെ. പക്ഷെ അതുകൊണ്ട് ഞാൻ മറക്കണമെന്ന് മാത്രം പറയരുത്. സ്റ്റിൽ ഐ ആം ഹിസ് വൈഫ്. ഈ സംസാരം എവിടെയും എത്തില്ല ചേച്ചി. നമ്മൾ ഇനിയെങ്കിലും കുറച്ച് പ്രാക്ടിക്കലാവണം. പ്രാക്ടിക്കലാവണമെന്ന് വെച്ചാൽ എന്താ നീ ഉദ്ദേശിച്ചത്? ഡിവോഴ്സാണോ? ആണോ? മഞ്ജു സേതുവിന് നേരെ തിരിഞ്ഞതും പാർവതിയമ്മ മകൻ്റെ കൈ തണ്ടയിൽ ബലമായി പിടിച്ചു. അരുത്, അവളെ പ്രകോപിക്കരുത്. പിന്നിട്ട വഴികളിലേക്ക് അവളെ തിരിച്ചുവിടരുത്. എന്താ മിണ്ടാത്തത് നീ? പറയ്, ഡിവോഴ്സാണോ? അല്ല ചേച്ചി, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ദെൻ വാട്ട് എൽസ്? കുറച്ചുകൂടി നമുക്ക് കാത്തിരിക്കാം എന്നാണ്. എത്ര കാലം? ശരി, കാത്തിരിക്കാം. കാത്തിരുന്നാൽ നീ മാറ്റിയെടുക്കുമോ ഗൗതമിൻ്റെ മനസ്സ്? എന്നോടുള്ള വെറുപ്പ് നിനക്കുറപ്പുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ എൻ്റെ മനസ്സ് പറയുന്നു അതെനിക്ക് കഴിയുമെന്ന്. എനിക്ക് ഗൗതമിൻ്റെ മുന്നിലെത്താൻ കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ എന്നെ ഗൗതം കണ്ടാൽ ഗൗതമിൻ്റെ അകൽച്ച ഇല്ലാതാവും. എന്നെ മനസ്സിലാവും ഗൗതമിന്. എന്നോട് പൊറുക്കും. ഒരു ഹെൽപ്പ് മാത്രം നീ ചെയ്താൽ മതി. എവിടെയാണ് ഗൗതം താമസിക്കുന്നത് എന്ന് പിടിച്ചു തരിക. അല്ലെങ്കിൽ ആ ഫോൺ നമ്പർ തരിക. നിനക്ക് പറ്റുമോ സേതു? സേതു മഞ്ജുവിന് മുന്നിൽ നിശബ്ദനായി നിന്നു, കടങ്കഥയുടെ ഉത്തരമറിയാത്തവനെ പോലെ. നാളെ സൺഡേ അല്ലേ? ഞാൻ അവിടം വരെ ഒന്ന് വന്നോട്ടെ ഗാദേ? എത്ര നാളായി നമ്മൾ കണ്ടിട്ടും സംസാരിച്ചിട്ടും. വന്നോട്ടെ? രേഖ ചോദിച്ചു. പുതുമഴ പോലെയാണ് ആ ഫോൺ കോൾ ഗാദയ്ക്ക് അനുഭവപ്പെട്ടത്. വരണ്ട ഭൂമിയിൽ വീണ മഴ. സത്യത്തിൽ എത്രയോ ദിവസങ്ങളായി അവളും അതാഗ്രഹിക്കുകയായിരുന്നു. ഇവിടെ വരാൻ നീ അനുവാദം ചോദിക്കണോ? അതല്ല, മനസ്സിലായി. അന്നത്തെ അനുഭവമല്ലേ
അതുണ്ടാവില്ല. സൺഡേസിൽ രാവിലെ തന്നെ കിരണേട്ടൻ കൂട് തുറന്നു വിട്ടുപോവും. പിന്നെ രാത്രി ഒരു നേരത്തെ കൂടണയോ. നീ ധൈര്യമായി പോര്. ഒരുപാട് പറയാനുണ്ട് എനിക്ക് കേൾക്കാനും. രേഖ ചെല്ലുമ്പോൾ കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ച ഗാദിയെയല്ല കണ്ടത്. കൺപോളകൾ ചുവന്ന് കനം തൂങ്ങിയിരുന്നു. നെറ്റിയിൽ തൊട്ട് നോക്കി രേഖ ചോദിച്ചു, സുഖമില്ലേ നിനക്ക്? പനിയുണ്ടോ? ഏയ്, ഇന്നലെ കുറെ ഉറക്കമുളച്ചു, അതിൻ്റെയാണിത്. നീ ഇരിക്ക്. ഗാദിയെ നിരീക്ഷിച്ചുകൊണ്ട് രേഖ ഇരുന്നു. ഇത് ഉറക്കം വിളിച്ചിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കണോ? സത്യം പറയ്, നീ കരഞ്ഞില്ലേ? ഗാദ ചിരിച്ചു. ഇന്നലെ നിങ്ങൾ തമ്മിൽ വഴക്കെന്തെങ്കിലും? രണ്ടഭിപ്രായമുണ്ടെങ്കിലല്ലേ തർക്കവും വഴക്കുമൊക്കെ. ഇത് ഒരാളുടെ മാത്രം രാജ്യമാണ്, ഒരാളുടെ അഭിപ്രായവും തീരുമാനവുമേ ഉള്ളൂ. വിവാഹരാത്രിയിൽ എൻ്റെ ഭർത്താവ് മുന്നോട്ട് വച്ച പ്രധാന പോയിന്റ് ഏതാണെന്ന് അറിയാമോ നിനക്ക്? അൺക്വസ്റ്റനിങ് ഒബീഡിയൻസ്. ചോദ്യങ്ങളരുത്, 100% അനുസരണം. അതനുസരിച്ചാണിവിടെ എൻ്റെ ജീവിതം. പരാതിയോ പരിഭവമോ അവകാശവാദമോ ഇല്ല, വളവും തിരിവുമില്ല, നേർരേഖയിൽ. ഹാപ്പി മാരീഡ് ലൈഫ്. പിന്നെ ഞാൻ കരയുമോ? പറഞ്ഞു തീർന്നതും ഗാദിയുടെ കണ്ണു നിറഞ്ഞു. രേഖ അമ്പരപ്പോടെ അവളെ നോക്കി. ഉദ്യോഗസ്ഥകളുടെ ഗർവ് തകർക്കാനൊരു എളുപ്പവഴിയുണ്ട്, അറിയാമോ നിനക്കത്? അവരുടെ സാലറിയെല്ലാം മാസവും കൃത്യവുമായി മുഴുവനായും ഭർത്താക്കന്മാർ വാങ്ങുക. അങ്ങനെ അവരെ ബാഗേഴ്സ് ആക്കുക. 1 രൂപ പോലും അവരുടെ പേഴ്സിൽ ഉണ്ടാവരുത്. ആവശ്യം വരുമ്പോൾ ചോദിക്കൂ, കിട്ടും. ആവശ്യം ജെനുവിനാണെന്ന് ഭർത്താവിന് തോന്നുന്നെങ്കിൽ മാത്രം. ഇതുകൊണ്ടൊരു നേട്ടവുമുണ്ട്, ഭാര്യ ധാരാളിയാവില്ല. നിനക്ക് കേൾക്കണോ? ഞാനിപ്പം മിതവ്യയത്തിൻ്റെ റാണിയാണ്. എനിക്കൊരു കർച്ചീഫ് വേണമെങ്കിൽ, ഒരടിവസ്ത്രം വേണമെങ്കിൽ അതെൻ്റെ ഭർത്താവ് തീരുമാനിക്കും. കൃത്യം സംഖ്യം എണ്ണിത്തരും. സർവം ഭദ്രം, സുരക്ഷിതം. നീ എന്തൊക്കെയാ ഗാദയെ പറയുന്നത്? അന്താളിപ്പോടെ രേഖ ഗാദയെ നോക്കി. ചിരിയോടെ ഗാദ പറഞ്ഞു, ഒരു സന്തുഷ്ട കുടുംബത്തിൻ്റെ കഥ. തീർന്നില്ല. ബ്രാൻഡിയുടെയും വിസ്കിയുടെയും മണം ശ്വസിക്കാതെ ഇപ്പോൾ എനിക്ക് ഉറങ്ങാനാവില്ലെന്നായിട്ടുണ്ട്. ഫലിതമല്ല, സത്യം. നിനക്കൊരു രസം കേൾക്കണോ? ഇന്നലെ പാതിരാത്രിയിൽ എന്നെ സ്നേഹിക്കുന്നതിനിടയിൽ കിരണേട്ടൻ എൻ്റെ പേര് തെറ്റി വിളിച്ചു. 2 വട്ടം ധ്വനി എന്ന്. അതാരാണെന്ന് ചോദിച്ചതോടെ ഭൂകമ്പമായി. വെളുപ്പംകാലം വരെ ഉണ്ടായിരുന്നു പിന്നെ പ്രകടനം. 2 ഗ്ലാസുകൾ തകർത്തു. ഒരു തുള്ളി പോലും ഉറങ്ങാനായില്ല. നീ ചോദിച്ചത് ശരിയാണ്, കുറച്ച് കരഞ്ഞുപോയി. ഇപ്പോൾ കണ്ണുനീർ ഗാദയുടെ കവിളിലൂടെ ഒഴുകി. രേഖ സാരി തലപ്പ് കൊണ്ട് അത് തുടച്ചു കൊടുത്തു. ദി അതർ വുമൺ. ചില പുരുഷന്മാർക്ക് അങ്ങനൊരു വളവുണ്ടാവും. ഒരിക്കൽ ആ പദവി എനിക്കും വച്ച് നീട്ടിയതല്ലേ ഒരു മഹാൻ. അയാൾ ചെയ്തു തന്നെയാവും കിരണേട്ടനും ചെയ്യുന്നത്. വീട്ടിലൊരുവൾ, പുറമെ വേറൊരാൾ. മഹാസാഹിത്യകാരന് അതാകാമെങ്കിൽ ഒരു എഞ്ചിനീയർക്കായിക്കൂടെ? പൊടുന്നനെ ഗാദയുടെ ചുമലിൽ പിടിച്ച് രേഖ പറഞ്ഞു. അല്ല ഗാദേ, അത് ശരിയല്ല. ഏത് ശരിയല്ല? നമുക്ക് തെറ്റിപ്പോയെന്ന് തോന്നുന്നു. ഗൗതം രാഘവനെ നമ്മൾ 2 ആളും കണ്ടത് തെറ്റായ ആംഗിളിലാണ്. മനസ്സിലായില്ല? ആദ്യം ഞാനും വിശ്വസിച്ചില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം CK ബുക്സ് ഉടമ CK സാർ വീട്ടിൽ വന്നപ്പോൾ, വിനയേട്ടന് പോലും അറിയാത്തൊരു ചില രഹസ്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അമ്പരന്നു പോയി. ഗാദയുടെ ചുണ്ടിൽ ഒരു പരിഹാസച്ചിരി പരന്നു. അവൾ ചോദിച്ചു, CK സാർ പറഞ്ഞ കഥയോ അതോ ഗൗതം രാഘവന്റെ പുതിയ നോവലിന്റെ കഥയോ? ഏതാ നിങ്ങളെ അമ്പരപ്പിച്ചത്? ഗൗതം രാഘവൻ എന്ന മനുഷ്യന്റെ വിധി. ഗാദ ചിരിച്ചു. നീ എന്നു മുതലാണ് സറ്റയറിങ്ങിൽ കൈവച്ചു തുടങ്ങിയത്? പറഞ്ഞോ. കരച്ചിലിനിടയ്ക്ക് ഇത്തിരി ചിരി എനിക്ക് ആവശ്യമാണ്. തമാശയല്ല ഗാദേ. മനസ്സിലായി. CK ബുക്സ് അല്ലേ അയാളുടെ പുസ്തകത്തിൻ്റെ ഗുഹാമുഖത്തിൻ്റെ പബ്ലിഷേഴ്സ്. നന്നായി വിറ്റുപോകുന്ന പുസ്തകം. CK ബുക്സ് ഹാപ്പി. അപ്പോൾ പുകഴ്ത്തലും ന്യായീകരിക്കലുമൊക്കെ കച്ചവടത്തിൻ്റെ ഭാഗമാണ്. ചേ, നീ എന്താണ് ഈ വിഷയം എടുത്തിട്ടത്? നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. ഇതുകൂടി സംസാരിക്കാനാണ് ഞാൻ വന്നത്, രേഖ പറഞ്ഞു. നിനക്കറിയാമല്ലോ ആ മനുഷ്യനോടുള്ള നിന്റെ അടുപ്പത്തിൻ്റെ 100% എതിർത്തവളാണ് ഞാൻ. ആ മനുഷ്യനെ വെറുത്തവളാണ്. അതിൻ്റെ പേരിൽ നീ എന്നോട് പിണങ്ങുകയും ചെയ്തു. പക്ഷേ അതേ രേഖ തന്നെയാണ് പറയുന്നത്. എനിക്കും നിനക്കും തെറ്റുപറ്റി. ഗൗതം രാഘവൻ ചതിയനല്ല, ചതിക്കപ്പെട്ടവനാണ്. രേഖ തുടർച്ചയായി സംസാരിച്ചുകൊണ്ടിരുന്നു. അത് കേട്ടിരിക്കെ ഭൂതകാലത്തിൻ്റെ ഇരുട്ടിൻ്റെ ഏതോ ഒരറ്റം പിളരുന്നത് ഗാഥ കണ്ടു. ശരി തെറ്റാവുന്നതും തെറ്റ് ശരിയാവുന്നതും കണ്ടു. ഇന്നോളമുള്ള അനുമാനങ്ങളുടെ ചൂണ്ടുപലകകൾ വഴിതെറ്റുന്നത് കണ്ടു. കനുമ്പായലുകൾ ജലമുഖത്തു നിന്നും നീങ്ങി മാറുന്നത് കണ്ടു. പക്ഷേ
അത് ഉൾക്കൊള്ളാൻ അവളുടെ മനസ്സ് സമ്മതിച്ചില്ല. മനസ്സ് വാശിയോടെ പിന്നെയും പിന്നെയും പിറുപിറുത്തു. വിശ്വസിക്കില്ല, വിശ്വസിക്കില്ല, ഒരിക്കലും വിശ്വസിക്കില്ല. നോവൽ തുടരും.